മലയാറ്റൂർ ഇല്ലിത്തോട്ടിൽ കാട്ടാന ആക്രമണത്തിൽ വീട് തകർന്നു, ഒരാൾക്ക് പരിക്കേറ്റു. മലയാറ്റൂർ ഇല്ലിത്തോട് വാട്ടർ ടാങ്ക് റോഡിൽ താമസിക്കുന്ന പുലയരുകുടി വീട്ടിൽ ശശീന്ദ്രന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. മരത്തിന്റെ വീട്ടിലായിരുന്നു നിന്നത്. ആ മരത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നടന്നു പോവുകയല്ലേ. അവിടെ ഒരു ഗുണ്ട് പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഇതിനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഞാൻ പൊക്കോടാന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അവിടെ ഗുണ്ട് പൊട്ടിച്ചപ്പോ ഏതാണ് എന്താണെന്ന് അറിയില്ല. ഇത് വാല് ചുരുട്ടി പിടിക്കണുണ്ട്. ഇതേ അവിടെ വെച്ച് ഞങ്ങൾ വാഴ കിടക്കണേ. ഞങ്ങള് ഇതിന് ഓടി വന്നു. അത് ഇത് വികലാംഗയാണ്. അപ്പൊ ഇതിന് ഓടിച്ച് അകത്ത് കയറ്റി. ഞാൻ അകത്ത് കയറുന്നതും 10 സെക്കൻഡ് കൊണ്ട് വന്നിട്ട് ഒരു അലർച്ച ഒരു വിളിയും കളഞ്ഞിട്ട് ഇതൊന്ന് തള്ളി കഴിഞ്ഞിട്ട് ഒന്നോടെ അങ്ങോട്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കത്ല വന്ന് എൻ്റെ കാലയിലേക്ക് വീണു. അത് ഞാനിങ്ങനെ തള്ളി പിടിച്ചിട്ട് ഇതിനെ മാറ്റി. ആ മരം വന്ന് ഇവിടെ ഇതിപ്പോ നീർക്കെട്ടാണിത്. അത് ഇനിയിപ്പോ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ രാത്രി ഇത് സമ്മതിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പശുവിൻ്റെ ജീവനാണ് ഇതിന്. അപ്പോൾ അത് കാരണം രാത്രി തന്നെ പോരാന്നും പറഞ്ഞ് പോകുന്നതാണ്. ക്ഷീര കർഷകരാണ് ഞങ്ങൾ. ഇതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപജീവന മാർഗം. ഇത് മാത്രമാണ് ഞങ്ങൾക്കുള്ളൂ. എനിക്ക് 60 വയസ്സായി, ഇതിന് 48 വയസ്സായി. ഇതാണെങ്കിൽ KWF-ന്റെ ഇതാണ്, അതായത് വികലാംഗ ഇതിൻ്റെ ഇതാണ്. അപ്പോൾ ഇതിനെ സംരക്ഷിച്ച് ഞങ്ങൾ കൊണ്ടു നടക്കണം. ഞങ്ങൾക്ക് ഉള്ളത് ഈ മൃഗങ്ങളാണ്, ഈ പശുക്കളാണ്. ആ പശുക്കളെയും കൊണ്ട് ഞങ്ങൾ വെക്കുക. അതുകൊണ്ട് അതിൻ്റെ സംരക്ഷണം കൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ. കാട്ടാനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഭിത്തിയിൽ നിന്നും കല്ല് അടർന്നു വീണു. ശശിയുടെ ഭാര്യ വിജിക്ക് നടുവിന് പരിക്കേറ്റു. ഇവരെ വാർഡ് മെമ്പർ ലൈജിയുടെ നേതൃത്വത്തിൽ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. രൂക്ഷമായ കാട്ടാന ശല്യമുള്ള പ്രദേശമാണ് ഇവിടെ. പലതവണ കാട്ടാനക്കൂട്ടം ഈ മേഖലയിൽ ഇറങ്ങി നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കുട്ടിയാന കിണറ്റിൽ വീണിട്ടുള്ളതും ഇതിനടുത്താണ്. കാട്ടാന ആക്രമണം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാറ്റൂർ.